വായന വിലക്കപ്പെട്ട ഒരു സമൂഹത്തെ എഴുത്തുകാരാക്കിയ വിപ്ലവം. കാര്യങ്ങൾ കേട്ടറിഞ്ഞെടുത്തു നിന്നും വായനയിൽ അന്ധമായ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം. ദ പ്രിന്റ് റെവല്യൂഷൻ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ദിവസം ആരംഭിക്കുന്നത് പത്രങ്ങൾ വായിച്ചുകൊണ്ടാണ് അല്ലേ? അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികളുടെ ബാഗിലും നിരവധി പുസ്തകങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓരോ വിദ്യാർത്ഥികളും ഒരു വർഷത്തിൽ നിരവധി എക്സാമുകൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ആരാണ് ഇതിനൊക്കെ പിന്നിൽ, അല്ലെങ്കിൽ ആരാണ് ഈ പറയുന്ന പ്രിന്റഡ് മെറ്റീരിയൽസിന് പിന്നിൽ എന്ന് എല്ലാ ആളുകളും ആലോചിച്ചിട്ടുണ്ടാവും. അതെ, ചൈനയാണ്. ചൈനയിൽ നിന്നാണ് ഈ ഒരു കൾച്ചർ ആരംഭിക്കുന്നത്. AD 594 ഇന്ന് കാണുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കൂടി 594 AD ഈ പറയുന്ന ഈ ഒരു സംസ്കാരം എവിടെ ആരംഭിക്കുന്നത്? ചൈനയിൽ ആരംഭിക്കുന്നത്. അന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് മെത്തേഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഹാൻഡ് പ്രിന്റിംഗ് മെത്തേഡ് ആയിരുന്നു അവിടെ എന്ത് ചെയ്തിരുന്നത്, സ്റ്റാർട്ട് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്ന പോലെ നിരവധി ഔട്ട്പുട്ടുകൾ നമുക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ കൂടി ചൈനയുടെ ആവശ്യത്തിനുള്ള, അല്ലെങ്കിൽ ചൈനയിൽ ഈ ഒരു സംസ്കാരം ഉടലെടുക്കാനും അത് സ്പ്രെഡ് ചെയ്യാനുള്ള രീതിയിൽ എന്ത് ചെയ്തിരുന്നു, അവർക്ക് അതിനുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള കാലിഗ്രഫികൾ അവർക്കുണ്ടായിരുന്നു, നല്ല പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അക്കോർഡിയൻ ബുക്സ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ 2 സൈഡും ബോർഡൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബുക്കുകളൊക്കെ ആയിരുന്നു ആദ്യം എവിടെ ഉണ്ടായിരുന്നത്, ചൈനയിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ചൈനയിൽ ബ്യൂറോക്രസി, ഇമ്പീരിയൽ ചൈനയിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യകാലത്ത് തന്നെ ചൈനയിൽ എന്ത് നിലനിന്നിരുന്നു, ബ്യൂറോക്രസി സിസ്റ്റം നിലനിന്നിരുന്നു. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിനേഷന് നിരവധി പുസ്തകങ്ങളുടെയും പേപ്പേഴ്സിൻ്റെ ഒക്കെ ആവശ്യം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചൈന ഇത് പ്രൊമോട്ട് ചെയ്തിരുന്നതായിട്ടും, പക്ഷെ അവരുടെ ആ ഒരു നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് AD 768-70 കാലഘട്ടത്തിലാണ് ജപ്പാനിലേക്ക് ഈ ഒരു ഹാൻഡ് പ്രിന്റിംഗ് ടെക്നോളജി എത്തുന്നത്. ബുദ്ധിസ്റ്റ് മിഷണറീസ് ത്രൂ ആണ് ചൈനയിൽ നിന്നാണ് ഈ ഒരു ടെക്നോളജി ജപ്പാനിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജപ്പാനിലെത്തുന്നതോടുകൂടി ജപ്പാനിലെ ഫസ്റ്റ് ബുക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് ബുദ്ധിസ്റ്റ് ഡയമണ്ട് സൂത്ര എന്നുള്ളതാണ്. AD 868 ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജപ്പാനിലെത്തുന്നതോടുകൂടി ഈ ഒരു പ്രിന്റ് കൾച്ചറിൽ ചെറിയ വേരിയേഷൻസ് വരുന്നു, അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നു. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ വിഷ്വലൈസ് ചെയ്യപ്പെടുന്നു, ചിത്രങ്ങളിലൂടെ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കുഞ്ഞായിരിക്കുന്ന നാൾ നമുക്ക് എല്ലാവർക്കും ബാലരമ എന്ന് പറയുന്ന ഒരു കഥാപുസ്തകം, അല്ലെങ്കിൽ അതുപോലെയുള്ള സമാനമായിട്ടുള്ള പങ്ക്തികൾ അത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചിത്രകഥകളോട് കൂടുതൽ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഓരോ ഏജിലും വിഷ്വലൈസ് ചെയ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ കൺവേ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആവാറുണ്ട്. അപ്പോൾ ജപ്പാനിലെ ഈ ഒരു പ്രിന്റ് കൾച്ചർ കുറച്ചും കൂടി ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ എന്താണോ പറയുന്നത് അത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ സാധാരണക്കാർക്ക് പോലും അഫോർഡബിൾ ആവുന്ന രീതിയിലേക്ക് ചീപ്പ് പ്രൈസിലും കൂടി സാധനങ്ങൾ പ്രിന്റ് ചെയ്യപ്പെട്ടു എന്നും നമുക്ക് പ്രധാനമായിട്ടും ഒരു കാണേണ്ട കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ സമയത്ത് തന്നെ കൂടുതലായിട്ടും എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പ്രിന്റ് കൾച്ചറിലൂടെ മക്കൾക്ക് എപ്പോഴും ഡൗട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും എപ്പോഴും ഡൗട്ടുള്ള ഒരു കാര്യമാണ്, എന്താണ് ഈ ആദ്യകാലങ്ങളിലെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത് അല്ലേ? ഇപ്പോഴാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഹ്യൂമാനിറ്റി, അല്ലെങ്കിൽ ഹ്യൂമൻ കൾച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫ്, ഇതൊക്കെയാണ് പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അന്ന് കൂടുതലും ആദ്യകാലങ്ങളിലൊക്കെ കാണാൻ സാധിച്ചിരുന്നത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. കൂടാതെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും അതുപോലെ തന്നെ വിമൻസിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഇനി എങ്ങനെയാണ് ഈ പ്രിന്റ് കൾച്ചർ യൂറോപ്പിലേക്ക് സ്പ്രെഡ് ചെയ്ത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സിൽക്ക് റൂട്ടുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സിൽക്ക് റൂട്ട് വഴി പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ പാതയ വഴി തന്നെയാണ് പ്രിന്റ് എന്ന് പറയുന്ന സംസ്കാരം കൂടി, കൾച്ചർ കൂടി എന്ത് ചെയ്തിട്ടുള്ളത്, കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1295 മാർക്കോ പോളോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ട്രാവലർ ചൈന മൊത്തം സഞ്ചരിച്ച് അവിടെ നിന്നും എന്ത് കടം കൊള്ളുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്നും ഈ ഒരു ഐഡിയോളജി, ഈ പ്രിന്റ് ടെക്നോളജി എവിടെ കൂടി എത്തിക്കുകയാണ്, ഇറ്റലിയിലേക്ക് കൂടി കൊണ്ടുവരികയാണ്. ഇറ്റലിയിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി ഈ ഒരു സംസ്കാരം, പ്രിന്റ് സംസ്കാരം യൂറോപ്പ് ഉടനീളം പെട്ടെന്ന് തന്നെ പ്രചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ ഇറ്റലിയിലേക്ക് വരുമ്പോൾ എന്താ പറയുക, അവിടുത്തെ ആദ്യകാല രീതിയിലുള്ള ഹാൻഡ് റിട്ടൺ രീതി അവിടെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെള്ളം എന്ന് പറയുന്ന രീതിയിലുള്ള ഹാൻഡ് റിട്ടൺ, ലക്ഷറസ് ആയിട്ടുള്ള കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹാൻഡ് റിട്ടൺ ബുക്സും ഈ ഒരു സമയത്ത് ഇറ്റലിയിൽ നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റലിയിലേക്ക് വന്നതോടുകൂടിയുള്ള റിസൾട്ട് എന്ന് പറയുന്നത് വളരെയധികം റീഡേഴ്സ് ഈ ഒരു പറയുന്ന കൾച്ചറിന്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പുസ്തകങ്ങൾക്ക് വളരെയധികം റീഡേഴ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരവധി മറ്റ് രാജ്യങ്ങളിലേക്ക് യൂറോപ്പിൽ നിന്നും എന്ത് ചെയ്യേണ്ടി വരുന്നു, പ്രിൻറ്റഡ് ബുക്സ് സപ്ലൈ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മീറ്റ് ചെയ്യാൻ വേണ്ടി ബുക്ക് സെല്ലേഴ്സൊക്കെ 50ഓളം സ്ക്രൈബ്സിനെ, അതായത് ഹാൻഡ് റിട്ടണും കൂടി കൂട്ടത്തിൽ തന്നെ ഫോളോ ചെയ്തിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 50ഓളം സ്ക്രൈബ്സിന് എന്ത് ചെയ്തിരുന്നു, ഓരോ ബുക്ക് സെല്ലേഴ്സും അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പുതിയൊരു പാത കൂടി തുറന്നു വരാണ്. അതായത് തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു പാത കൂടി അവിടെ തുറന്നു വരാണ്. അതായത് കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങളും ഈ ബുക്കിലൂടെ കിട്ടിയിരുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരുന്നു കൂടുതലും ബുക്ക് സെല്ലേഴ്സ് ചൂസ് ചെയ്തിരുന്നത്. കാരണം നല്ല വൃത്തിയിൽ എഴുതുന്ന അല്ലെങ്കിൽ മനോഹരമായി എഴുതുന്ന ആളുകളായിരുന്നു അവർ കൂടുതലും അഡോപ്റ്റ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ലൈബ്രറീസ് സെറ്റപ്പ് ചെയ്യുന്നു. ആളുകൾ വായനക്കാർ വരുമ്പോൾ എല്ലാ ആളുകൾക്കും ഈ ബുക്സ് അഫോർഡബിൾ ആവണം എന്നില്ല. അപ്പോൾ എല്ലാ ആളുകൾക്കും വായിക്കാൻ വേണ്ടി ലൈബ്രറീസും കൂടി സെറ്റപ്പ് ചെയ്യുന്നു. എന്ത് പറഞ്ഞാലും ഈ പറയുന്ന എന്താ പറയുക നീഡ്സിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ബുക്സ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രത്തോളം വായനക്കാർ വരുന്നു. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റിന് നിരവധി ആളുകളുണ്ട് അല്ലെങ്കിൽ നിരവധി ബയേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും, കുറേ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് മെഷീനറീസ് യൂസ് ചെയ്തുകൊണ്ട് കുറേ അധികം പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ അതിന് ലിമിറ്റ് ഉണ്ട്. നമ്മൾ ആളുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൈകൊണ്ടോ ഈ പറയുന്ന വുഡ് ബ്ലോക്ക് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന രീതിയിൽ നിരവധി ബുക്സ് ഒന്നും അന്ന് എളുപ്പത്തിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നുള്ള ഒരു ഡ്രോബാക്ക് സ്റ്റിൽ നിലനിൽക്കെ തന്നെ ലൈബ്രറി സെറ്റപ്പ് ചെയ്യുന്നു. അതിലൂടെ മാക്സിമം ആളുകളിലേക്ക് ഒരു ബുക്ക് തന്നെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ ഒരേ ബുക്ക് തന്നെ കുറേ ആളുകൾക്ക് വായിക്കാൻ പറ്റില്ല ലൈബ്രറി ആണെങ്കിൽ. അങ്ങനെ അത്തരം കാര്യങ്ങളിലൂടെ ഈ പ്രിൻറ്റ് കൾച്ചർ മാക്സിമം എക്സ്പാൻഡ് ചെയ്യാൻ ആരുടെ ഭാഗത്തുനിന്നും ശ്രമം ഉണ്ടാകുന്നു, യൂറോപ്പിൻ്റെ ഭാഗത്തുനിന്നും ശ്രമം ഉണ്ടാകുന്നു. പ്രിന്റ് കൾച്ചറിൽ നിന്നും പ്രിന്റ് റവല്യൂഷനിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ജോഹാൻ ഗുട്ടൻബർഗ് എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരാൾ തന്നെയാണ്. കാരണം പ്രിന്റ് റവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളതും പ്രിന്റ് മെഷീനറീസ് അല്ലെങ്കിൽ പ്രിന്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും ആര് തന്നെയാണ്, ഗുട്ടൻബർഗ് തന്നെയാണ്. 1430 ഈ ഒരു ടെക്നോളജി ആര് ഡെവലപ്പ് ചെയ്യുന്നത്, ഗുട്ടൻബർഗ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ബുക്കായിട്ട് അറിയപ്പെടുന്നത് ബൈബിളാണ്. ഫസ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുള്ള ബുക്കായിട്ട് അറിയപ്പെടുന്നത് ബൈബിളാണ്. 180 കോപ്പീസാണ് 1448 പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അതോടുകൂടി ടെക്നോളജി വന്നതോടുകൂടി കൂടുതൽ ബുക്സ് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറേ അധികം മെഷീനറീസ് ഉണ്ടായിരുന്നില്ല. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്പർ ഓഫ് മെഷീനറീസ് ഉണ്ടാവില്ല അല്ലേ. അതിൻ്റെ ഫസ്റ്റ് ഒരു മെഷീനറീസ് ഒക്കെയാണ് ഡെവലപ്പ് ചെയ്തെടുത്തിരുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ മെറ്റൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ലെറ്റേഴ്സ് ഒക്കെ എന്താണ് നമ്മുടെ ഹാൻഡ് റിട്ടൺ സ്റ്റൈൽ തന്നെ ലെറ്റേഴ്സ് ഒക്കെ മെറ്റൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ മെഷീനറീസിൽ എന്ത് ചെയ്തിരുന്നത്, അപ്ലൈ ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടെക്നോളജി ഗ്രോ ചെയ്യുന്നുണ്ട്. 1450 1550 ഈ ഒരു ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1550 കാലഘട്ടത്തിലൊക്കെ 20 മില്യൺ കോപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിന്റഡ് കോപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട് യൂറോപ്പിലുടനീളം പ്രചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് 1600 എത്തുന്നതോടുകൂടി അത് 200 മില്യൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്പർ ഓഫ് കോപ്പീസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുവരെ നമുക്ക് ഈ മില്യൺ എന്ന കണക്കിലേക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ചൈനയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും അല്ലെങ്കിൽ ഇറ്റാലിയൻ ഫേസിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്തും ഈ ഗുട്ടൻബർഗ് ഇത്തരത്തിലുള്ള ഒരു മെഷീൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്പർ ഓഫ് കോപ്പീസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്പർ ഓഫ് കോപ്പീസ് ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു ബിഗ് എമൗണ്ടിലേക്കൊന്നും എത്താൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ പ്രിന്റഡ് ടെക്നോളജി വരുന്നതോടുകൂടി വലിയ എമൗണ്ടിലേക്ക് എന്തെത്തുന്നു, കോപ്പീസ് എത്തുന്നു, കൂടുതൽ വായനക്കാരിലേക്ക് എന്തെത്തുന്നു, ഈ പ്രിന്റഡ് മെറ്റീരിയൽസ് എത്തുന്നു. അങ്ങനെ ഈ ഒരു റവല്യൂഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. മെഷീനറീസ് യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ റീഡേഴ്സിനെ ഈ ഒരു റീഡിംഗ് മാനയിലേക്ക് ആര് കൊണ്ടുവരുന്നു, ഗുട്ടൻബർഗ് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പ്രിന്റഡ് മെറ്റീരിയൽസിൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് ബലാഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫോക്ക് ടൈൽസ്, ഫോക്ക് സോങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നാടോടി കഥകളും നാടോടി പാട്ടുകളും ഒക്കെ ആളുകൾ കേട്ടിരുന്നിടത്തുനിന്നും വായിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരു വായനാ സമൂഹം അല്ലെങ്കിൽ പുതിയൊരു റീഡിംഗ് പബ്ലിക് അവിടെ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു റീഡിംഗ് പബ്ലിക് ഫോം ചെയ്യപ്പെടുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുവരെ അവർ ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങളിൽ ചിലതിനെങ്കിലും അവർ ബ്രേക്ക് ചെയ്യാൻ തയ്യാറാവുന്നു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ പറയേണ്ട ഒരു കാര്യം, റിലീജിയസ് ആയിട്ടുള്ള ഹെഡായിട്ടുള്ള ആളുകളായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലും യൂറോപ്പിലേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ മതം കൂടി അവർ കലർത്താറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണാധികാരികൾ അസ്വസ്ഥരാകുന്നു. ഈ പ്രിന്റഡ് കൾച്ചറിന് അല്ലെങ്കിൽ ഈ ഒരു പ്രിന്റഡ് മെറ്റീരിയൽസിന് അവർ എന്ത് കൊണ്ടുവരുന്നു, നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അത് ഏറ്റവും എടുത്തു പറയേണ്ട വ്യക്തി എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതറാണ്. മാർട്ടിൻ ലൂതർ 1517 ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറീസിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക കത്തോലിക്സിനിടയിലുള്ള പ്രശ്നങ്ങളെ കൃത്യമായിട്ടും ക്രിറ്റിസൈസ് ചെയ്യുകയും എന്താ പറയുക 95 തീസിസ് എന്ന് പറയുന്ന തീസിസ് അവതരിപ്പിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്ന പുതിയ ഒരു വിഭാഗത്തിൻ്റെ ഫോർമേഷന് കാരണമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് റിലീജിയസ് റീഫോർമേഷൻ എന്ന് പറയുന്നത്. മാർട്ടിൻ ലൂതറിന് കുറേയധികം വിലക്കുകളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിനെ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു.
എല്ലാ കാലഘട്ടത്തിലും ഭരണാധികാരികൾ പറ്റിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്, ദൈവമാണ് ഞങ്ങളെ അയച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് വിശ്വസിക്കുകയും ഭരണാധികാരികളെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ദൈവത്തിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഭയന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഭരണാധികാരികളെ ഞങ്ങൾ ചോദ്യം ചെയ്യും, ദൈവമല്ല ഭരണാധികാരികളെ അയച്ചിരുന്നത് എന്ന തിരിച്ചറിവിലേക്ക് ജനങ്ങൾ വരുന്ന ഒരു കാലഘട്ടം ആരിലൂടെ ഉണ്ടാവുന്നുണ്ട്? ഈ പറയുന്ന പ്രിന്റഡ് മെറ്റീരിയൽസിലൂടെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രിൻ്റ് സംസ്കാരം മറ്റ് പല മേഖലയിലേക്കും കടന്നു പോയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരം, ഇതിലൊക്കെ പ്രിൻറ്റിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. താങ്ക് യു ഓൾ, ബൈ.